സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പുരോഗമന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അഴിമതിയാണ് നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് ബഹുമാനപ്പെട്ട ശ്രീ വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത്, ശ്രീ പ്രശാന്ത് മേയറായിരുന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ 1000 കോടി രൂപ അനുവദിച്ചത്. തിരുവനന്തപുരം പട്ടണത്തോടൊപ്പം നിരവധി പട്ടണങ്ങൾക്ക് ഇത്തരത്തിലുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ സമയബന്ധിതമായി പണി പൂർത്തിയാക്കി മുന്നോട്ട് പോകും. എന്നാൽ 6 തവണയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ നീട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ഈ പണി പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ പണിയുന്ന എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ യാത്രാ ദുരിതം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് പോയി 15 മിനിറ്റ് കഴിയുമ്പോൾ അതിലൂടെ തിരിച്ചു വരുമ്പോഴേക്കാണ് ആ റോഡ് അടച്ചു വെച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പരിഹാസ്യമായ അവസ്ഥ, ഈ റോഡ് പണിയുടെ പേരിൽ നടക്കുന്ന അഴിമതി, ഈ അഴിമതി പണം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലി ഒരു മുൻ മന്ത്രിയും ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തമ്മിൽ തെരുവിൽ തല്ലുകയാണ്. പൊതുമരാമത്ത് മന്ത്രി പറയുകയാണ്, കരാറുകാരെ ചിലരെ മാറ്റിയപ്പോഴേക്ക് ചിലർക്ക് കൈ പൊള്ളി, ആ പൊള്ളലിൽ നിന്നാണ് ഈ വേദനയുണ്ടാകുന്നത് എന്ന് പറയുന്നു. ആർക്കാണ് പൊള്ളിയത്? ഏത് കരാറുകാരെയാണ് മാറ്റിയത്? എന്തിനായിരുന്നു മാറ്റിയത്? അവരെ ആരാണ് നിയമിച്ചത്? ഇവിടെ സംഭവിച്ചത്, ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിക്കുവാൻ വേണ്ടി ആണ് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ പണം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് ശേഷിയില്ലാത്ത കരാറുകാരെ ഏൽപ്പിക്കുകയും അവർ ഉപകരാറുകാരെ ഏൽപ്പിക്കുകയും ചെയ്താണ് വർഷങ്ങളോളം ഈ പണി നീണ്ടുപോകുന്നത്. കോർപ്പറേഷന്റെ ഭരണാധികാരികളും CPM-ന്റെ നേതാക്കന്മാരും കരാറുകാരുടെ കൈത്തക്കലിന് നേരത്തെ തന്നെ കമ്മീഷൻ വാങ്ങി മുന്നോട്ട് പോയി. തീർച്ചയായിട്ടും ഈ കമ്മീഷൻ പങ്കുവയ്ക്കുന്നതിനുള്ള തമ്മിൽത്തല്ലാണ് നടക്കുന്നത്. ആരൊക്കെയാണ് ഇതിൽ പണം തട്ടിയത്? എന്തായിരുന്നു സ്മാർട്ട് സിറ്റി ഇത്രത്തോളം വൈകിയത്? ഈ പണം എവിടെയൊക്കെയാണ് പാഴായത് എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റ് വ്യക്തമായ അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ തിരുവനന്തപുരത്തെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടും. കോർപ്പറേഷൻ നടത്തുന്ന ഏറ്റവും വലിയ അഴിമതികളിൽ മറ്റൊന്നും കൂടി സ്മാർട്ട് സിറ്റിയുടെ പേരിൽ പുറത്തു വന്നിരിക്കുകയാണ്. BJP ശക്തമായിട്ട് പ്രതിഷേധിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് മുൻപാകെ സുതാര്യമായ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും. ഇതാണ് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഫെബ്രുവരി മാസം 12-ാം തീയതി തിരുവനന്തപുരം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശന ദിനം ഒരു ദിവസം നീട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 12 മുതൽ 13-ാം തീയതിയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും 13-ാം തീയതി. യാത്ര 13-ാം തീയതി വൈകുന്നേരമാണ്. നമ്മൾ നേരത്തെ 12-ന് പറഞ്ഞിരുന്നത് എല്ലാ 13-ലേക്കും. ജില്ലയിലെ യാത്രകൾ എന്തൊക്കെയാണെന്ന് പറയാം. ജില്ലയുടെ യാത്രകൾ ആരംഭിച്ച് ഫെബ്രുവരി 27-നാണ് അവസാനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 3-ാം തീയതി ഫെബ്രുവരി 3-ന് ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കല്ലമ്പലത്ത് അവസാനിക്കുന്ന തരത്തിൽ ആണ് ആറ്റിങ്ങൽ പാർലമെന്റ് യാത്ര. തിരുവനന്തപുരം പാർലമെന്റ് ഫെബ്രുവരി 13. മറ്റുള്ള ഓരോ മണ്ഡലങ്ങൾ നടന്നു വരികയാണ്. ഫെബ്രുവരി 27 പാലക്കാടാണ് അവസാനിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് മത്സരിക്കാനല്ല റെഡിയായിരിക്കാന്നാ പറയുന്നത്. അല്ല, എനിക്ക് പുള്ളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പുള്ളി കഴിഞ്ഞ 2-3 മാസമായിട്ട് പറയുന്നത് എനിക്ക് ഭയമില്ല എന്ന് പുള്ളി തന്നെ പറയുകയാണ്. എന്നിട്ട് ഇന്നലെ പുള്ളി തന്നെ സ്വയം പരിഹാസപാത്രമാകുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പുള്ളിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, ഞാൻ ദിവസവും 7-8 പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്റെ മണ്ഡലത്തിലെ ജനങ്ങളല്ലേ എന്റെ MP എന്നുള്ള നിലയ്ക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യുക. ഇത്രയും കാലം ബാഴ്സലോണ സിറ്റിയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ എത്തിയത്. പുള്ളി തന്നെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയപ്പെട്ട് കാണും, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സമരം നടന്നില്ല, സെക്രട്ടറിമാർ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് KPCC പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഒരു ധർണയോ എന്തോ നടത്തിയത് പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ ഏറിയ പ്രയോഗിച്ചപ്പോഴേക്കും ഇതിൽ എല്ലാവരുടെയും അസ്വസ്ഥ ഉണ്ടായി. ശശി തരൂരിനും അസ്വസ്ഥ ഉണ്ടായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രകോപിതനായി പറയാണ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമാണത്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിനുള്ള സമരത്തിൽ അദ്ദേഹം
പങ്കെടുക്കുന്ന ആദ്യമാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് തൊട്ട് മുമ്പായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരു സമരത്തിൽ പങ്കെടുത്തു. എന്നാൽ കോൺഗ്രസ് ആശയപരമായി ഞങ്ങൾ കോൺഗ്രസോട് വിയോജിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ലൈഫിൽ ഇതൊന്നും ഭക്തമായിരുന്നില്ല. അവരൊക്കെ തന്നെ ഇതുപോലെ നിരവധി ടിയർജാക്ടേറ്റിന്റെയും ലാത്തിയുടെയൊക്കെ മുമ്പിൽ ജീവിച്ചാണ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ പ്രസ്ഥാനത്തിൽ വന്ന് 15 വർഷം MP ആയിട്ട് ബാഴ്സലോണ സിറ്റിയിലും അവിടെയും ഇവിടെയും ഒക്കെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പ്രകടനത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ശശി തരൂർ പറയുകയാണ്, ഞാൻ എന്റെ MP എന്നുള്ളതിലേക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഇത്രത്തോളം പരിഹാസപാത്രമായിട്ടുള്ള ഒരു MP ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ദേശാടന പക്ഷികൾ പോലും ഇദ്ദേഹം വരുന്നതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരുന്നവരാണ്. ഈ ഓരോ പ്രദേശത്ത് വന്നിട്ട് തിരിച്ച് ആ കാലാവസ്ഥ മാറുമ്പോഴേക്ക് പറന്നു പോകുന്ന പക്ഷികൾ കൃത്യമായിട്ട് 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴേക്ക് ആരും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവിടെ വരാറുണ്ട്. ഈ പക്ഷികൾ പലവട്ടം വന്നിട്ട് പോയാൽ പോലും തിരുവനന്തപുരം MP ഒരു തവണ പോലും ഇവിടെ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇല്ലാത്തൊരു വിഭ്രാന്തിയുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഞാൻ കരുത്തനെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ നേരിടാൻ അത്ര കരുത്തൊന്നും വേണ്ട. ജനങ്ങൾ മുഴുവനും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർ, ഞങ്ങൾ BJP കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിക്കുകയാണ്, ശശി തരൂരിന്റെ കഴിഞ്ഞ 15 വർഷത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾ തൃപ്തരാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ DCC ഭാരവാഹിയായിട്ടുള്ള കൊഞ്ചിറവള വിനോദ് അദ്ദേഹം കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ശശി തരൂരിന്റെ ചരിത്രവും പുരാണവും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ശൈലിയെക്കുറിച്ച്, മണ്ഡലത്തിന്റെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തെ കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു DCC ഭാരവാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതും. ജനങ്ങൾ തീരുമാനിച്ചു. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല, വന്നിരിക്കും. ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും, കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും. ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത്. അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട്. സ്ത്രീക്കും തുല്യത വേണം. ആ സ്ത്രീയുടെ തുല്യതയ്ക്ക് എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീ സമത്വത്തിനു വേണ്ടി 33.5% എന്ന് പറഞ്ഞ് വെറും ലിപ് സർവീസ് എന്ന് ആംഗ്ലത്തിൽ പറയും, ചുണ്ടനക്കി പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഹൃദയം അനങ്ങിയില്ല, ഹൃദയം പ്രവർത്തിച്ചില്ല. ആ പ്രവർത്തനം അത് പ്രാവർത്തികമാക്കാൻ ഒരു നരേന്ദ്രമോദി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് അടുത്ത 10 വർഷത്തിനുള്ളിൽ. എന്തുകൊണ്ട് 10 വർഷം എന്നാണ് ഇപ്പൊ ചോദ്യം. കാനേഷുമാരി കൃത്യമായി നടത്തണം. ഓരോ മണ്ഡലത്തിലെയും കണക്കെടുപ്പ് കൃത്യമായി നടക്കണം. സംവരണം ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷന് നിശ്ചയിക്കാൻ സാധിക്കണം.